കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ പാരീസ് ആശാരിപ്പടി റോഡിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി നിലവിലെ കരാർ റദ്ദാക്കി പ്രവൃത്തി പുനർക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. നിയമസഭയിൽ മുരളി പെരുന്നെല്ലി എം.എൽ.എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു എം.ബി. രാജേഷ്. ഈ റോഡ് പുനരുദ്ധാരണത്തിനായി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതി ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 കോടി രൂപയോളം അനുവദിച്ചു. അത് ടെൻഡർ ചെയ്തു, കരാറുകാരൻ വന്നു, റോഡ് പണി ആരംഭിച്ചു. പക്ഷെ ആരംഭിച്ചെങ്കിലും 15% പോലും പണി ഇന്നേവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടിയന്തിരമായി പാരീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് അത് സഞ്ചാരയോഗ്യമാക്കണമെന്നുള്ളതാണ് ഈ സബ്മിഷൻ വഴി. സർ, പാരീസ് ആശാരിപ്പടി റോഡ് അത് മണലൂർ മണ്ഡലത്തിലെ കണ്ടാണശ്ശേരി പഞ്ചായത്തിലാണ്. ആ റോഡിൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി നിലവിലെ കരാർ റദ്ദാക്കി പ്രവൃത്തി പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. മണലൂർ മണ്ഡലത്തിലെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാരീസ് റോഡ് അതീവ ശോച്യാവസ്ഥയിലാണ്. കുന്നംകുളം മണ്ഡലവുമായി ബന്ധപ്പെടുന്ന പ്രധാന റോഡാണിത്. നിരവധി സ്വകാര്യ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, മറ്റ് നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര വളരെയേറെ ക്ലേശകരമാണ്. റോഡ് പുനരുദ്ധാരണത്തിനായി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 കോടി രൂപയോളം അനുവദിക്കുകയും ടെൻഡർ ചെയ്ത് കരാറുകാരൻ റോഡ് പണി ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 15% പണി പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 വട്ടം RKI പ്രതിനിധികളും ജിയോ കേബിൾ പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുമായി യോഗം ചേർന്നിരുന്നു. അടിയന്തരമായി പണി പൂർത്തീകരിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും പ്രവൃത്തി ഇപ്പോഴും സ്തംഭനാവസ്ഥയിലാണ്. അടിയന്തരമായി പാരീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് സബ്മിഷൻ വഴി MLA ഉന്നയിച്ചത്. നിർമ്മാണ കരാർ ഏറ്റെടുത്ത RKI എന്ന കമ്പനിയുടെ അറിവോ സമ്മതമോ കൂടാതെ 2023 മെയ് മാസത്തിലാണ് ജിയോ കേബിൾ ലിമിറ്റഡ് കേബിൾ വലിക്കുന്നതിനായി റോഡിലൂടെ 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തത്. കുഴിമൂടി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് കണ്ടാണശ്ശേരി പഞ്ചായത്ത് മുഖേന ജിയോ പ്രതിനിധികൾക്ക് നിരവധി തവണ നിർദ്ദേശം നൽകിയെങ്കിലും 10 മാസങ്ങൾക്കു ശേഷം 2024 മാർച്ച് മാസം അവസാനത്തോടുകൂടി മാത്രമാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. കൂടാതെ ജലജീവൻ മിഷന്റെ പൈപ്പിടുന്ന പ്രവൃത്തിക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം അനുമതി നൽകിയിരുന്നു. ഈ പ്രവൃത്തി 2024 ജനുവരിയിൽ ആരംഭിച്ച് 2024 മെയ് മാസം മാത്രമാണ് പൂർത്തീകരിച്ചത്. 2023 നവംബർ മാസത്തിനുള്ളിൽ റോഡ് നിർമ്മാണവും പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാറെടുത്ത കമ്പനിയുമായുള്ള വ്യവസ്ഥ. എന്നാൽ ജിയോ കേബിൾ ലിമിറ്റഡും ജൽജീവൻ മിഷനും പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാതിരുന്നതാണ് റോഡ് നിർമ്മാണം നീളുന്നതിലേക്ക് നയിച്ചത്. ഇതിനിടെ റോഡ് നിർമ്മാണ പ്രവൃത്തിയിൽ നിന്നും ഒഴിവാക്കണമെന്ന കരാറുകാരന്റെ അപേക്ഷ പരിഗണിക്കുകയും പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി കരാർ റദ്ദാക്കുകയുമായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി.